ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഉർവശിയും ജോജി ജോർജും കൂടി ഉള്ളത്. കാരണം രണ്ടുപേരും ഭയങ്കര പെർഫോമറാണ്. കാരണം ഉർവശിനെ കുറിച്ച് പറയാനൊന്നുമില്ല. കാരണം ഉർവശിയാണ് നമ്മുടെ ശരിക്കും മലയാള ഇൻഡസ്ട്രിയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളില്ല. പിന്നെ ജോജി ജോർജ് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അതിശയിപ്പിക്കുന്ന ഒരു വളർച്ചയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. അതുതന്നെ ഈ രണ്ടുപേരും കൂടി ചേർന്നുള്ള രണ്ട് പെർഫോമൻസുകളും കൂടി ചേർന്നിട്ടാണ് ഒരു സിനിമയുടെ ഭാഗമായി മാറുന്നത്. അത് നമ്മുടെ ആശ എന്ന മൂവിയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിനായക അജിത്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് സഫർ സനൽ. ഇതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ജോജി ജോർജ് തന്നെയാണ് സ്റ്റോറി. അതോടൊപ്പം തന്നെ രമേഷ് ഗിരിജ പറഞ്ഞ വ്യക്തിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടറുമായിട്ടുള്ള സഫർ സനലും കൂടി ആയിട്ടാണ് ഇതിൻ്റെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഇവർ മൂന്നുപേരും കൂടിയാണ് ഈ കഥ. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു കഥയും ഇതിൻ്റെ ഒരു പേരും ഇതിൻ്റെ ഒരു ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ ഗുഡോ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു അടിപൊളി സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ല പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി സിനിമ ആവാനാണ് സാധ്യത. കാരണം ആ സിനിമേൻ്റെ ആ പേരിൽ തന്നെ ഉണ്ട് ആശ. ആ ഒരു എന്ത് നല്ല കൗതുകമായൊരു പേരില്ലേ. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് കുറച്ചുകൂടി ഹൃദയ സ്പർശമായിട്ടുള്ള നല്ല 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 സിനിമ പേരുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നല്ല നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു മാറ്റമായിട്ട് തന്നെ ആയിരിക്കും. കാരണം ഒരു കാലത്തൊക്കെ സിനിമേൻ്റെ പേരിൽ തന്നെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു ചരിത്രമുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട് വിവാദത്തിൻ്റെ പേരിൽ. പക്ഷേ ഇതൊക്കെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നത് ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആശ വളരെ കുറഞ്ഞ സൗമ്യമായി പറയാൻ പറ്റുന്നൊരു പേരും വളരെ മനോഹരമായൊരു പേരും നമുക്കത് ഹൃദയത്തിലോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന പേരും. അതിലേക്ക് നമ്മുടെ ഉർവശിയും ജോജി ജോർജും കൂടി വരുന്നതോടുകൂടി ആ സിനിമയുടെ ഒരു എസൻസ് കുറച്ചുകൂടി കൂടാനാണ് സാധ്യത. ഈ സിനിമ വരുമ്പോഴാണ് ഇതിൻ്റെ ടീസറും ട്രെയിലറും മറ്റുമൊക്കെ വരുമ്പോഴേക്കും ഇതിൽ കുറച്ചുകൂടി നമ്മൾ ഈ സിനിമയുടെ വൈറ്റും കുറച്ചുകൂടി നമ്മൾ ബ്ലെൻഡ് ആവുമെന്നൊക്കെ തോന്നും. എന്നാൽ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരെ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു മനോഹരമായ പേരും ഈ പേരിനൊപ്പം ഇതിൻ്റെ ആക്ടേഴ്സും എല്ലാവർക്കും all the best.